ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ OS ലാബിൻ്റെ നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റ് നമ്പർ 3, സിസ്റ്റം കോൾസ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിസ്റ്റം കോൾസിനെ കുറച്ചൊന്ന് റിവൈസ് ചെയ്തു. വർക്കിംഗ് ഓഫ് സിസ്റ്റം കോൾസ് എന്താണെന്ന് കണ്ടു. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഓർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റം കോൾ എന്താണെന്ന് കണ്ടു. Then different types of system calls കണ്ടു. Then examples of system calls കണ്ടു. അപ്പോൾ ആ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ വരുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് കണ്ടു. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഈ സിസ്റ്റം കോൾസൊക്കെ നമ്മളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സിസ്റ്റം കോൾസിനെല്ലാം നമുക്ക് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം സി പ്രോഗ്രാം വെച്ചിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് യൂസിങ് സിസ്റ്റം കോൾസ് ഓഫ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊക്കെ സിസ്റ്റം കോൾസ് ആണ്? ഫോർക്ക്, execl, get pid, exit, wait. അപ്പം ഇത്രയും സിസ്റ്റം കോൾസ് ആണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോഗ്രാമിൽ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോസസ്സിൻ്റെ ID ഡിക്ലെയർ ചെയ്തു. അതിന് വേണ്ടി ഡിക്ലെയർ ദ വേരിയബിൾ PID. നമുക്കറിയാം ഓരോ പ്രോസസ്സിന് അതിൻ്റെതായിട്ടുള്ള ID ഉണ്ടെന്നറിയാം. ഓക്കെ, ഇനി ഫോർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ യൂസ് ചെയ്ത് നമ്മളൊരു പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇവിടെ നോക്കിക്കേ, ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഫോർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്തു. ഫോർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? will create a new process അല്ലേ? ഒരു പ്രോസസ് ക്രിയേഷൻ ഇസ് അച്ചീവ് ത്രൂ ദിസ് ഫോർക്ക് സിസ്റ്റം കോൾ. അപ്പോൾ ന്യൂലി ക്രിയേറ്റഡ് പ്രോസസ്സ് നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയും. ഏത് പ്രോസസ്സാണോ അത് ഇനിഷ്യേറ്റ് ചെയ്ത് അയാൾ പാരൻറ്റ് പ്രോസസ്സ് എന്നും പറയും. ഓക്കെ, അപ്പം ഞാൻ ഒരു പുതിയൊരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഏത് വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്? PIDയിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് ഒരു ഫോർക്ക് സിസ്റ്റം കോൾ ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോർക്ക് സിസ്റ്റം കോളിന് ശേഷം നമുക്ക് രണ്ട് പ്രോസസ്സാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ഫോർക്ക് സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് രണ്ട് പ്രോസസ്സ് കാണും. ഒന്ന് പാരൻറ്റ് പ്രോസസ്സും ഒന്ന് ചൈൽഡ് പ്രോസസ്സും. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഒരു മെയിൻ പ്രോസസ്സ് ഉണ്ട്, അതാണ് ഫോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ പ്രോസസ്സ് ഉണ്ട്, മെയിൻ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ പാരൻറ്റ് പ്രോസസ്സ് എന്ന് പറയും. ഫോർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാരൻറ്റ് പ്രോസസ്സും കാണും, ഒരു ചൈൽഡ് പ്രോസസ്സും കാണും. ഓക്കെ, ഇത് പാരൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനായിരിക്കും. ഈ മെയിൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ പ്രോസസ്സ്. ഓക്കെ, ഫോർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോസസ്സാണ് അല്ലേ? ആക്ച്വലി ഒരു പ്രോസസ്സുണ്ട്, കാരണം ആ ഒരു പ്രോഗ്രാം അല്ലേ ഇത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ അകത്ത് ഞാൻ ഫോർക്കിനെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏതാണ്? രണ്ട് പ്രോസസ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് പാരൻറ്റ് പ്രോസസ്സും ഒന്ന് ചൈൽഡ് പ്രോസസ്സും. പാരൻറ്റ് പ്രോസസ്സ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തന്നെ ആയിരിക്കും. ഇനി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഈ രണ്ട് പ്രോസസ്സസ് അതിലാരാണ് പാരൻറ്റ് പ്രോസസ്സ്, ആരാണ് ചൈൽഡ് പ്രോസസ്സ്, നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർക്ക് എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫോർക്കിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഫോർക്കിൻ്റെ വാല്യൂ ലെസ് ദാൻ സീറോ, നെഗറ്റീവാണ്, ലെസ് ദാൻ സീറോ ആണെങ്കിൽ, ഓക്കെ, ഫോർക്കിൻ്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് പറയാം ചൈൽഡ് പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ആവത്തില്ല. That is unsuccessful in creating the child process or fork failed. എന്നിട്ട് ഒന്ന് എക്സിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഒരു മെയിൻ പ്രോസസ്സാണ് നമ്മുടെ ഇപ്പോൾ ഇത് ജസ്റ്റ് എന്താണ്? ഒരു പ്രോഗ്രാം അല്ലേ? നമ്മൾ അതിനെ റൺ ചെയ്യുമ്പോൾ അത് പ്രോസസ്സാകും. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് ഫോർക്ക് സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത്? രണ്ട് പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ആവും, ഒരു പാരൻറ്റ് പ്രോസസ്സും ഒരു ചൈൽഡ് പ്രോസസ്സും. ആ രണ്ട് പാരൻറ്റ് പ്രോസസ്സാണോ ചൈൽഡ് പ്രോസസ്സാണോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ബൈ ചെക്കിങ് ദ വാല്യൂ ഓഫ് PID. ഓക്കെ, PIDയുടെ വാല്യൂ ലെസ് ദാൻ സീറോ, അതായത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും
അൺസക്സസ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് ദ ചൈൽഡ് പ്രോസസ്, ദാറ്റ് ഇസ് ഫോർക്ക് ഫെയിൽഡ് എക്സിറ്റ്. അതാണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം, നെഗറ്റീവ് അല്ലെങ്കിൽ വേറൊരു നമുക്ക് കേസ് പറയാം. ഈക്വൽ ടു 0 ആണെങ്കിൽ, നെഗറ്റീവ് അല്ല, ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്ക് പറയാം ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാൻ എന്ത് പറയും? ഒരു ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയും. ഓക്കെ, ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്ത ചൈൽഡ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റം കോളാണ് ഇത്, EXECLP. ഓക്കെ, സോ ഒരു ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്യുമ്പം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കോളാണ് EXEC എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ. ഫാമിലി ഓഫ് സിസ്റ്റം കോൾസ് ഉണ്ട്. അപ്പം അതിൽ വരുന്ന ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. EXECV ഉണ്ട്, ദെൻ EXECLP ഉണ്ട്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് ഉണ്ട്. EXE സിസ്റ്റം കോൾസ് ഉണ്ട്. ഇവിടെ EXECLP സിസ്റ്റം കോൾ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഫോർക്ക് സിസ്റ്റം കോളും EXE സിസ്റ്റം കോളും ഏകദേശം സിമിലർ ആണ്. ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഫോർക്ക് സിസ്റ്റം കോളിലാണെങ്കിൽ ഒരു പ്രോസസ്സാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സിന് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ it creates a process, allows a process to create a copy of itself. അതിൻ്റെ ഒരു കോപ്പി തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് EXEC എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രോസസ് ബൈ റീപ്ലേസിങ് ദ പ്രീവിയസ് പ്രോസസ്സ് ഏതാണ് അതിവിടെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ EXELP എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് EXEC ഫാമിലി ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന EXELP എന്ന് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഇവിടെ വരുന്ന LP എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, LP ആൻഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബിൻ ഡേറ്റ് ദെൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പ്രോസസ്സിന് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോസസ് ബൈ റീപ്ലേസിങ് ദ അനദർ പ്രോസസ്. അപ്പോൾ ഇവിടെ ഒരു ചൈൽഡ് പ്രോസസ്സാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നടക്കുന്നത് ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? നമുക്ക് ഈ കറസ്പോണ്ടിങ് ഡേറ്റ് ആണ് വരുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ഡേറ്റ് ആണ് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു കറസ്പോണ്ടിങ് ഡേറ്റ് വരും, കാരണം ചൈൽഡ് പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് പാരന്റ് പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പം EXECLP എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, ബട്ട് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് തന്നെയാണ് ചെയ്യുന്നത്, ബട്ട് ബൈ റീപ്ലേസിങ് ദ പ്രീവിയസ് പ്രോസസ്സ്. ഓക്കെ, പ്രീവിയസ് പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഈ ഒരു EXEC സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് പ്രോസസ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ, ഒരു പാരന്റ് പ്രോസസ്സും ഉണ്ടാകില്ല. ഓക്കെ, അങ്ങനെ ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് വിൽ റീപ്ലേസ് വിത്ത് ദ പാരന്റ് പ്രോസസ്സ്. ഓക്കെ, ഇനി ഈ 0 അല്ല, ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി അല്ലെങ്കിലുള്ള സിറ്റുവേഷൻ എന്താണ്? ചൈൽഡ് പ്രോസസ്സ് അല്ലെങ്കിലുള്ള സിറ്റുവേഷൻ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസാണല്ലോ ഈ എൽസ് വരുന്നത് അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ ഫോർ ദ പാരന്റ് പ്രോസസ്സ്. പാരന്റ് പ്രോസസ്സിന് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ID ഓഫ് ദ ന്യൂലി ക്രിയേറ്റഡ് ചൈൽഡ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ റിട്ടേൺ, പാരന്റ് പ്രോസസ്സിന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഇഫ് പാരന്റ് പ്രോസസ്സിന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഏത് വാല്യൂ ആണ്? ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിൻ്റെ, ഓക്കെ, ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിൻ്റെ ID ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഫോർക്ക് സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർക്ക് സിസ്റ്റം ഒരു മെയിൻ പ്രോസസ്സാണ് ഫോർക്ക് സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും, ഒരു പാരന്റ് പ്രോസസ്സും ഒരു ചൈൽഡ് പ്രോസസ്സും. അതിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ
ഇൻഡിക്കേറ്റ് ബൈ നോട്ടിങ് ദ വാല്യൂ ഓഫ് ദ PID. PIDയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം അൺസക്സസ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് ദ ചൈൽഡ് പ്രോസസ്സ്. ഇപ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ ചൈൽഡ് പ്രോസസ്സ് ഓക്കെ. ദെൻ പോസിറ്റീവ് ഇപ്പം ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഇസ് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ വിൽ റിട്ടേൺസ് ദ പോസിറ്റീവ് വാല്യൂ ഫോർ ദ പാരന്റ് പ്രോസസ്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ID ഓഫ് ദ ന്യൂലി ക്രിയേറ്റഡ് പ്രോസസ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെയിറ്റ് നൾ എന്ന് കൊടുക്കാൻ കാരണം എന്താണ്? വെയിറ്റ് നൾ എന്ന് കൊടുക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ പ്രോസസ്സ് നമുക്ക് പറഞ്ഞു, ഇപ്പം പ്രോസസ്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പാരന്റ് പ്രോസസ്സ് ആയിരിക്കും. ഗെറ്റ് PID സിസ്റ്റം കോൾ വെച്ചിട്ട് പ്രോസസ്സ് ID, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിൻ്റെ ID കിട്ടും. എന്നിട്ട് ഇറ്റ് വിൽ വെയിറ്റ് അൺടിൽ ദ ചൈൽഡ് ടെർമിനേറ്റ്സ്. ഓക്കെ, ചൈൽഡ് ടെർമിനേറ്റ് ചെയ്യുന്നവരെ ദാറ്റ് പ്രോസസ് വിൽ വെയിറ്റ് യൂസിങ് ദ സിസ്റ്റം കോൾ വെയിറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് ഞാൻ പറഞ്ഞു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും പാരന്റ് പ്രോസസ്സിന് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കമ്പൈലറിനൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് C പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി ഞാൻ ബാഷ് ടെർമിനൽ എടുത്തു. ഇവിടെ എന്ത് ചെയ്യണം? ബാഷ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് റൺ ചെയ്തു. സോ എനിക്ക് ബാഷ് ടെർമിനൽ ഓപ്പൺ ആയിട്ട് വന്നു. ഞാൻ ഇനി എൻ്റെ പ്രോഗ്രാം കൊടുക്കുകയാണ്. പ്രോഗ്രാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ നീഡ് ടു ക്രിയേറ്റ് വൺ ഫയൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. സപ്പോസ് fork.c എന്ന് കൊടുക്കാം. ഓക്കെ, fork.c എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചത് ആ സെയിം പ്രോഗ്രാം ഞാനിവിടെ കോപ്പി ചെയ്തു. ഓക്കെ, നേരത്തെ നമ്മുടെ സെയിം ഫോർക്ക് ഒരു ID ക്രിയേറ്റ് ചെയ്തു. ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറയും ഫെയിൽഡായി. ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ പാരന്റ് പ്രോസസ്സിന് റിട്ടേൺ ചെയ്യും. എന്നിട്ട് അതൊരു വെയിറ്റ് ചെയ്യും. ആ പാരന്റ് പ്രോസസ്സ് വെയിറ്റ് ചെയ്യും അൺടിൽ ദ ടെർമിനേഷൻ ഓഫ് ദ ചൈൽഡ്. ഓക്കെ, ഇത് ഞാൻ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കണമെങ്കിൽ എനിക്ക് മെയിൻ്റെ അകത്ത് ബാഷ് ഞാൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ റൺ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ബാഷ് ടെർമിനൽ ഓപ്പൺ ആയിട്ട് വന്നു. ദെൻ എനിക്ക് ഈ C പ്രോഗ്രാമിനെ ഞാൻ റൺ ചെയ്യുന്നു. സോ അതിന് വേണ്ടിയിട്ട് GCC സ്പേസ് fork.c. ഓക്കെ, അപ്പോൾ സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഓക്കെ, ഇനി ഞാൻ എന്നൊന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ മെയിൻ പ്രോസസ്സാണ്. ഫോർക്ക് ഇൻവോക്ക് ചെയ്തപ്പോഴത്തേക്കും എന്തുവരും നോക്കാം. ദ പ്രോസസ് ID, ദാറ്റ് ഈസ് ഇവിടെ നോക്കിക്കേ, ഫോർക്കിൻ്റെ അകത്ത് ഇവിടെ നോക്കിക്കേ പ്രോസസ് ID റിട്ടേൺ ചെയ്തു. കാരണം ഗ്രേറ്റർ ദാൻ ഇവിടെ എന്തുകൊണ്ടാണ് പ്രോസസ് ID എന്ന് പറയുന്നത് ഗെറ്റ് PID. ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സ് എന്തായാലും നെഗറ്റീവ് അല്ല. ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം എല്ലാ കേസിലും സെയിം ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു സെഷനിലോട്ട് കയറാത്തത്. ഓക്കെ, അതിൻ്റെ അർത്ഥം PIDയുടെ വാല്യൂ 0 ആണ്. PIDയുടെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ചൈൽഡ് പ്രോസസ്സ് ഇവിടെ exelp എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനത് യുണിക്സ് കമാൻഡ്സ് റൺ ചെയ്യാനുള്ള കമാൻഡും കൂടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് exec ഫാമിലി ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. അതിലുള്ള exelp എന്ന് പറയുന്നത് നമ്മുടെ യുണിക്സ് കമാൻഡ്. ഇതൊരു യുണിക്സ് കമാൻഡിനെ എനിക്ക് ഇതിൽ റൺ ചെയ്യാം. അതായത് ശരിക്കും ഈ ഒരു സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റൺ എ പ്രോഗ്രാം in another C program. It can be used to run a C program by another C program. Okay, അപ്പം ഇവിടെയാണെങ്കിൽ നോക്കിക്കേ, ഇത് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ചൈൽഡ് പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ്. ഇത് ശരിക്കും യുണിക്സ് കമാൻഡിൻ്റെ അകത്ത് വരുന്ന റൂട്ടിൻ്റെ അകത്ത് ബിന്നിൻ്റെ അകത്ത് വരുന്ന ഡേറ്റ്. സോ ഡേറ്റ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും
ഡേറ്റ് എന്ന് പറഞ്ഞാൽ യുണിക്സ് കമാൻഡാണ്. ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടും, ഡേറ്റും ആ പറയുന്ന ടൈമും കിട്ടും. ഓക്കെ, ഇനി പറയുന്നത് പിന്നീട് നോക്കിക്കേ, കാരണം ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ ഫോർ ദ പാരന്റ് പ്രോസസ്സ്. എന്നിട്ട് അതിൻ്റെ ID ഗെറ്റ് ചെയ്യാൻ പറയും. ആരുടെ ID ആണ്? പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിൻ്റെ ID ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. സോ -1948 എന്ന് പറഞ്ഞാൽ പുതിയ ചൈൽഡ് പ്രോസസ്സിൻ്റെ ID ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഇവിടെ നിങ്ങൾ മെയിൻലി ഫോർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ പഠിച്ചു, ദെൻ എക്സിറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ പഠിച്ചു. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു, ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ്. ഇനി നമ്മൾ പഠിച്ചു എക്സിക്യൂഷൻ, ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ഫോർക്ക് എക്സിക്യൂട്ട് ചെയ്യല്ലേ, ക്രിയേറ്റ് ചെയ്യുക. ഫോർക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കോൾ ക്രിയേറ്റ് ചെയ്യാനും EXEC ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. ബട്ട് EXEC എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? EXEC എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റീപ്ലേസ് ചെയ്യും, ഒരു പ്രോസസ്സിനെ റീപ്ലേസ് ബൈ അനദർ പ്രോസസ്സ്. ഫോർക്ക് ആണെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ കോപ്പി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചൈൽഡ് പ്രോസസ്സ് അതിൻ്റെ ടെർമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പാരന്റ് പ്രോസസ്സ് വെയിറ്റ് ചെയ്യും. സോ ദീസ് ആർ ദ വേരിയസ് സിസ്റ്റം കോൾസ് വി ആർ ഇംപ്ലിമെൻറ്റിംഗ് യൂസിങ് ദ C പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സിസ്റ്റം കോൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ഓക്കെ.